നമസ്കാരം. ഇന്ന് കേരളത്തിൽ A+ൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഫുൾ A+കാർ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ച സ്കൂളുകൾ, ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള മറ്റ് മേഖലകളിലെ വിദ്യാർത്ഥികൾ ഒക്കെ ഒരു ചർച്ചാ വിഷയമാകുന്നത് ഏറ്റവും സമർത്ഥരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ ആഘോഷ പ്രകടനങ്ങളും സന്തോഷങ്ങളുമൊക്കെ പങ്കിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും റീലുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ ഇന്ന് രണ്ട് പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഞാൻ ഇങ്ങനൊരു നിങ്ങളോട് സംസാരിക്കാനൊരു വേദി ഒരുക്കിയത്. രണ്ട് പോസ്റ്റുകൾ. ഒന്ന്, എൻ്റെ കൂടെ പഠിച്ച ഒരു സതീർത്ഥിയായിട്ടുള്ള ഇന്ന് അധ്യാപികയായിട്ടുള്ള കോന്നി സ്കൂളിലെ ശ്രീജ എസ് കോലോത്ത്. ശ്രീജ എസ് കോലോത്ത് A+നും എത്രയോ മുകളിലാണിവൻ, ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഷെയർ ചെയ്തത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഫുൾ A+ ഒന്നുമില്ല, 2 A+, ബാക്കി Aയും Bയും ഒക്കെ. ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൻ്റെ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നത് കൊണ്ട്, ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം പകർന്നു നൽകാൻ ശ്രമിക്കുന്നത് കൊണ്ട്, സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ സ്വന്തമായി കഴുകുകയും സ്വന്തം കിടപ്പാടം തുടയ്ക്കുകയും മുറ്റമടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട്, ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത അവൻ്റെ കൂട്ടുകാർക്ക് അതിൽ നിന്നും ഒരു ഓഹരി കൊടുക്കുന്നത് കൊണ്ട്, ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അവൻ അറിവുള്ളത് കൊണ്ട്, നന്നായിട്ട് അവൻ പന്ത് കളിക്കുന്നത് കൊണ്ട്, ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിൻ്റെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയും. ഒപ്പം ഫുൾ A+ നേടിയ അവൻ്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, മുഹമ്മദ് ഹാഷിമിൻ്റെ ഉപ്പ അബ്ബാസ്. ഇതാണ് എൻ്റെ സുഹൃത്തും സതീർത്ഥ്യമായിട്ടുള്ള ശ്രീജ എസ് കോലോത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പോസ്റ്റിൻ്റെ ഇതിവൃത്തം. അപ്പോഴാണ് ഞാൻ മുഹമ്മദ് അബ്ബാസിലേക്ക് കടന്നു പോകുന്നത്. മുഹമ്മദ് അബ്ബാസിൻ്റെ പേജിലേക്കും കൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മുഹമ്മദ് അബ്ബാസിൻ്റെ പിക്ക് തന്നെ, പ്രൊഫൈൽ പിക്ക് തന്നെ ഇന്നത്തെ മനുഷ്യത്തിന് ഫുൾ A+ എന്നുള്ള മാതൃഭൂമിയുടെ ഒരു പോസ്റ്ററാണ്. എന്തായാലും മുഹമ്മദ് ഹാഷിമിന് സ്നേഹവും അഭിനന്ദനവും അറിയിച്ച എല്ലാ മനുഷ്യർക്കും നന്ദി. അതിൽ KT ജലീലും സംവിധായകൻ ജിയോ ബേബിയും മുതൽ പുരോഹിതന്മാരും അധ്യാപകരും കൂലിപ്പണിക്കാരും ഓട്ടോ തൊഴിലാളികളും ഉസ്താദും കന്യാസ്ത്രീകളും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഒപ്പം ഈ ഞാനുമുണ്ട്. അതുപോലെ ഒരേ മൂല്യങ്ങളിൽ ഞങ്ങളും മകനും, ഈ പറയുന്ന എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഒരേ മൂല്യത്തോടുകൂടി ഞാനും മകനുമൊക്കെ സ്വീകരിക്കുന്നത്. എൻ്റെ മകന് വേണ്ടി മാത്രം എഴുതിയ കുറിപ്പല്ല ഇത്. ചെറുപ്പം മുതലേ അവൻ്റെ എല്ലാ പ്രവൃത്തികളും വിദ്യാഭ്യാസത്തിലെ പുരോഗതിയും നിരീക്ഷിക്കുന്ന ഭാര്യയ്ക്കും എനിക്കും അവൻ ആരാണെന്നും എന്താണെന്നും കൃത്യമായിട്ട് അറിയാം. അവൻ്റെ ക്ലാസ് ടീച്ചറായ സുജിത് സാർ പറഞ്ഞത് 10ാം ക്ലാസ്സിൽ ഒടുക്കമെത്തിയപ്പോൾ അവൻ ഒരുപാട് മുമ്പോട്ട് വന്നിരിക്കുന്നു എന്നാണ്. ആ സാറിനും അവനെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറയുന്നുണ്ട്. പരീക്ഷാഫലം അറിഞ്ഞ ശേഷം വൈകിട്ട് സാധനങ്ങൾ വാങ്ങി ഞാൻ കവലയിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിയരികിൽ കാറ് നിർത്തിയിട്ട് ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് 4 A+ കിട്ടിയ തൻ്റെ മക്കളെ വഴക്ക് പറയുന്നൊരു അച്ഛനെ ഞാൻ കേൾക്കാനിടയായി. അവൾക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ? ഒരു തുള്ളി വെള്ളം അവൾക്കെന്ത് കൊടുക്കരുത് നീ തുടങ്ങി ഇവിടെ എഴുതാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ആ മനുഷ്യൻ ഫോണിനോട് പറയുന്നുണ്ട്. 4 A+ നഷ്ടപ്പെട്ട ഒരു മകളെക്കുറിച്ച് മറ്റൊരു ഉപ്പ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ മകളെ ഓർത്തു. അവളുടെ നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അവളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ വ്യക്തമായും കണ്ടു. ഉറക്കമുളച്ച് അവൾ നേടിയ വിജയത്തെയും കണ്ടു. കിട്ടാതെ പോയ പ്ലസുകൾക്കായി കേൾക്കേണ്ടി വന്ന ചീത്തകൾക്ക് ആ മകൾ അച്ഛനുള്ളിൽ കുറിച്ചിടുന്ന മൈനസുകളെക്കുറിച്ചും ഞാൻ അന്നേരം ഓർത്തു. എൻ്റെ മകൻ്റെ കാര്യത്തിലും അവൻ്റെ ഉമ്മയും ഞാനും അവൻ്റെ ഏട്ടത്തിമാരും ഹാപ്പിയാണ്. ഞങ്ങൾക്കില്ലാത്ത സങ്കടം ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. പക്ഷേ ഭാര്യയ്ക്ക് വന്ന ഓരോ ഫോൺ കോളിലും ആ സങ്കടം അങ്ങനെ അണമുട്ടി ഒഴുകുമ്പോൾ ഇതുവരെ ഹാപ്പിയായിരുന്ന എൻ്റെ മകൻ്റെ മുഖം അല്പം ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങി. ജീവിതം ഇതൊന്നുമല്ല. അവനെ വിളിച്ചിരുത്തി ഞാൻ പറഞ്ഞു, ഇത് ഒടുക്കത്തെ പരീക്ഷയുമല്ല, നീ ചെയ്യുന്ന ചെറിയ വലിയ കാര്യങ്ങളാണ് മനുഷ്യത്തിൻ്റെ വിത്ത് ഒളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. ഹാഷിമിന് എത്ര A+ എന്ന് ചോദിക്കുന്ന ഫോൺ കോളിൽ പിന്നെയും വന്നുകൊണ്ടിരുന്നു. എന്തിനും ഏതിനും എറിയാൻ കല്ലുകൾ സൂക്ഷിച്ചു വെച്ച സമൂഹത്തിൽ ആണ് എനിക്ക് ചുറ്റുമുള്ളതെന്ന് നന്നേ ചെറുപ്പത്തിൽ ബോധ്യപ്പെട്ട സാധാരണ മനുഷ്യനാണല്ലോ ഞാൻ. കുറഞ്ഞുപോയ പ്ലസുകളുടെ പേരിൽ എൻ്റെ മകൻ്റെ രാത്രി അശാന്തമാകരുതെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ എഴുതിയതാണ് നിങ്ങൾ വൈറലാക്കി മാറ്റിയ ഈ കുറിപ്പ്. അത് വായിച്ച് എത്രയോ രക്ഷിതാക്കൾ എന്നെ ഫോണിൽ വിളിച്ചു, മെസ്സഞ്ചറിൽ വന്ന് സങ്കടങ്ങൾ പങ്കുവച്ചു. ഞാനും 4ഉം 5ഉം പ്ലസുകൾ കിട്ടിയിട്ടും വൃത്തിയാകാത്ത അച്ഛനെയും അമ്മയെയും ഭയന്ന് മകൾ ബന്ധുവീടുകളെ കുറുങ്ങാൻ പോയി എന്ന് സങ്കടം പറഞ്ഞു. ചില കുട്ടികൾ വീട് വിട്ട് ആരെയും അറിയിക്കാതെ വീട് വിട്ട് പോയി. പിന്നീട് ആ കുട്ടിയെ പോലീസിൻ്റെ എക്സൈസോടെ തിരിച്ചു കൊണ്ടുവന്ന വാർത്തകൾ നമുക്കറിയാം. എത്രയോ മക്കൾ പരീക്ഷാഫലം അറിഞ്ഞ് രാത്രിയിൽ കണ്ണ് കലങ്ങി നെഞ്ച് കടഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഉറക്കം കിട്ടാതെ നേരം വിളിച്ചിട്ടുണ്ടാകുന്ന ഓർക്കുമ്പോൾ സത്യത്തിൽ ഭയമാണ് തോന്നുന്നത്. പ്ലസ് നേടിയവരും അല്ലാത്തവരുമായ മക്കളെ ജീവിതം ഒരു SSLC പരീക്ഷയുടെ റിസൾട്ടിൽ ഒടുങ്ങുന്നതോ ആരംഭിക്കുന്നതോ അല്ല. നിങ്ങൾക്ക് മുമ്പിൽ അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ അറിഞ്ഞ് മുമ്പോട്ട് പോവുക. കുറഞ്ഞുപോയ പ്ലസിൻ്റെ പേരിൽ മുഖം കറുപ്പിച്ചവർ നാളെ നിങ്ങളെ ആദരവോടെ നോക്കും.
അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ നിങ്ങൾക്ക് വയ്ക്കാം. മുഹമ്മദ് അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. അഭിനന്ദന പ്രവാഹം നടത്തുന്നവരിൽ കുറച്ച് പേരെങ്കിലും ഒരു നേരം കുറഞ്ഞു പോയിട്ടുള്ള മാർക്കിൻ്റെ പേരിൽ മക്കളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു പിതാവാണ്. എൻ്റെ 2 മക്കളും ഒരുപക്ഷെ പഠിച്ചിരുന്ന കാലത്ത് അവരെ കൂടുതലൊന്നും A+ വാങ്ങുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് തന്നെ നിങ്ങൾ റാങ്ക് ഹോൾഡർ ആകണം അല്ലെങ്കിൽ ഏറ്റവും ഉന്നത മൂല്യമുള്ള വിജയം കൈവരിക്കണമെന്നൊന്നും പറഞ്ഞ് നമ്മളവരെ ബലമായി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാകണം എൻ്റെ മകൻ ജിഷ്ണുവും മകൾ നിത്യയും ഫുൾ A+ വാങ്ങിയാണ് അന്ന് വിജയിച്ചത്. ഒരുപക്ഷെ അവർക്ക് വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യങ്ങളായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വളരെ ദാരിദ്ര്യപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വീടില്ലാത്ത ഒരു സാഹചര്യം, വീടുകൾ ഇല്ലാതെ വാടക വീടുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പഠിക്കാൻ വിട്ടാൽ പഠിക്കണം എന്നുള്ള തോന്നൽ അവർക്കുണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പം എല്ലാവരുടെയും A+ ഒരേപോലെ അല്ല എന്ന് ആണ് ഞാനിവിടെ കാണുന്നത്. പഠിക്കാൻ എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള കുട്ടികൾ സ്കൂളുകളിൽ എത്തുമ്പോൾ മറ്റ് ഇതര വിഷയങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്ന ആ കുട്ടികളുടെ ജീവിതത്തിൽ തൊട്ട് അടുത്ത് നിൽക്കുന്ന ഒരു തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരനായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സാമ്പത്തികമില്ലാത്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളോ മകനോ നേടുന്ന A+നാണ് 916 സ്വർണത്തിൻ്റെ വിജയമുള്ളത്, തിളക്കമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ഇതര വിഷയങ്ങളാൽ പഠനം നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ, എന്നാൽ നേരത്തെ അബ്ബാസിൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞില്ല, ഹാഷിമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഉണക്ക് സമയത്ത്, ഈ വേനൽക്കാലത്ത് പക്ഷികൾക്ക് ദാഹമുണ്ട്, അവർക്ക് വെള്ളങ്ങൾ കിട്ടാനുള്ള മാർഗമില്ല. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം അവർക്ക് പകർന്നു നൽകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹി, പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഹാഷിമിനെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. തൻ്റെ ബാപ്പ തരുന്ന ആ പോക്കറ്റ് മണിയിൽ നിന്നും ഒരു അംശമെടുത്ത് തന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ ബാപ്പയോ അല്ലെങ്കിൽ അച്ഛനോ അവൻ്റെ ഫാദർ കൊടുക്കാൻ കഴിവില്ലാത്ത പോക്കറ്റ് മണി ഇല്ലാത്തൊരു ഫാദറിൻ്റെ മകനാണെങ്കിൽ അത് അവന് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി ആ പോക്കറ്റ് മണിയിൽ നിന്നൊരു അംശം പകർന്നു കൊടുക്കുന്ന ഹാഷിമിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അതുകൂടാതെ തൻ്റെ പാത്രം കഴുകുവാൻ ഉമ്മയും ഉപ്പയും നിർബന്ധിക്കാതെ, അല്ലെ അവരുടെ ഉമ്മയുടെ ജോലിയാണ് ഞാൻ കഴിച്ച പാത്രം കഴുകുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാതെ അന്ന് മുതൽ ചെറിയ പ്രായത്തിൽ തന്നെ കഴിച്ച ആഹാരപാത്രങ്ങളും മറ്റുള്ള സംഭവങ്ങളും സ്വന്തം വസ്ത്രമടക്കം അലക്കിയിടുന്ന ഹാഷിമിനെ, അങ്ങനെ നിരവധി മൂല്യങ്ങളുള്ള ഹാഷിമിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഫുൾ A+ നേടിയൊരു വിദ്യാർത്ഥി എത്തുക? അവിടെയാണ് മനുഷ്യത്വത്തിനുള്ള A+ എന്ന് പറയുന്ന ഹാഷിമിൻ്റെ A+ൻ്റെ വില കൂടി നിൽക്കുന്നത്. ഇവിടെ എനിക്ക് ഇന്ന് മലയാളി സമൂഹത്തിലെ അമ്മമാരോടും അച്ഛന്മാരോടും രക്ഷിതാക്കളും പറയാനുള്ളത്, ഇന്ന് A+കൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്. ഈ A+ നേടിയ ആളുകളൊന്നും തന്നെ എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഏറെ താഴെ നിന്നിരുന്ന പല കുട്ടികളും എത്തിപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. അവിടെ ഞാൻ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ 2 ഫേസ്ബുക്ക് പോസ്റ്റാണ് എനിക്കിന്ന് ഇങ്ങനൊരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് അവസരമൊരുക്കിയത്. അടുത്ത പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാനും എൻ്റെ സുഹൃത്തും ഒരേപോലെയാണ് പഠിച്ചിരുന്നത്. എൻ്റെ സുഹൃത്ത് ഒരുപാട് റാങ്കുകൾ നേടിയാണ് അവൻ വിജയിച്ചത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വിജയിച്ച് വന്നത്. ഇന്ന് ആ സുഹൃത്ത് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. ആ കമ്പനിയുടെ ഉടമയാണ് ഞാൻ ഇന്ന്. ബിൽഗേറ്റ്സിൻ്റെ ഒരു പോസ്റ്റാണ്. സ്വന്തം സുഹൃത്തിനോടൊപ്പം സഞ്ചരിച്ചപ്പോൾ പഠന കാലഘട്ടത്തിൽ കലാലയ മേഖലകളിൽ അദ്ദേഹം സഞ്ചരിച്ച സമയത്ത് ആ സുഹൃത്ത് അതിമിടുക്കനായി സമർത്ഥനായി പഠിച്ച ആളാണ്, റാങ്ക് ഹോൾഡറായിരുന്നു. പക്ഷേ ഇന്ന് ഏറെ പിന്നിൽ നിന്നിരുന്ന സാമർത്ഥ്യത്തിൽ അല്ലെങ്കിൽ പഠിക്കാനുള്ള സാമർത്ഥ്യത്തിൽ ഏറെ പിന്നിൽ നിന്നിരുന്ന ബിൽഗേറ്റ്സ് എന്ന് പറഞ്ഞ ആ കൊച്ചുകുട്ടി ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുന്നത് ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ധനാഢ്യന്മാരുടെ പട്ടികയിലെ ഏറ്റവും മുതിർന്ന A+ നേടിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ SSLCയോ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിലുള്ള A+കൾ വെച്ചുകൊണ്ടല്ല ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കേണ്ടത്. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. അവൻ എത്രയാണോ നേടിയത്, അവൾ എത്രയാണോ നേടിയത്, അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഇനിയാണ് അവരുടെ ജീവിത സമരം തുടങ്ങാൻ പോകുന്നത്. ആ സമരപാതയിൽ അവർ നേടുന്ന A+കൾക്കാണ് മാധുര്യമേറെയുള്ളത്. അവിടെ മനുഷ്യത്വത്തിൻ്റെ A+ ഏറെ നേടുന്ന കുട്ടികളെയാണ് മലനാട് ടിവിക്ക് ഇഷ്ടം. മതമാത്സര്യങ്ങളുടെ കാലഘട്ടത്തിൽ സർവരും സമരന്മാരായി മതമാത്സര്യങ്ങൾ ഏതുമില്ലാതെ സോദരത്തേനെ വാഴുന്ന ഒരു പുണ്യഭൂമിക്കായി മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ നേടുന്ന ജീവിത വിജയങ്ങളുടെ A+, അതിനാകട്ടെ നിങ്ങളുടെ ശ്രമം. എന്തായാലും അത്തരം ജീവിതയാത്രയിൽ നിങ്ങളുടെ മാനസിക മൂല്യങ്ങളും പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ നേടുന്ന പൂർണ്ണതയുള്ള
ആ 916 തിളക്കമുള്ള സുവർണ A+ന് വേണ്ടി കാത്തിരിക്കുക. ആ A+ വരുന്നതുവരെ അക്ഷീണം പോരാടുക. ജയ് ഹിന്ദ്.